ഇവിടെ പ്രേക്ഷകരെ കാണാം. അതിവിശാലമായ ജനം ടി വിയുടെ ഒരു ഡെസ്കാണ് നമുക്കിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ടെലിവിഷൻ സ്ക്രീനിലൂടെ കാണാൻ സാധിക്കുന്നത്. സർവ്വവിധ സന്നാഹങ്ങളുമായി ഞങ്ങൾ റെഡിയാണ്. വളരെ വേഗത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമല്ല, ഈ വിധി ദിനം മെയ് 4-ന് സമഗ്ര കവറേജുമായി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് അറിയിക്കുകയാണ്. എനിക്കിപ്പം നീലിമ കൂടി ചേരുന്നുണ്ട്, നമ്മുടെ ഇൻപുട്ട് എഡിറ്റർ കൂടിയാണ്. നീലിമ, എന്താണ് ഒരു പ്രൊഡിക്ഷൻ? എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോകുന്നുണ്ട്, അതിനു മുമ്പ് 10 മിനിറ്റ് കൂടി കാത്തിരുന്നാൽ മതിയില്ലേ? 10 മിനിറ്റ് മതി. ഇപ്പോൾ ആദ്യം വരാൻ പോകുന്നത് കേരളത്തിൻ്റെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പശ്ചിമ ബംഗാളിൻ്റെ വോട്ടെടുപ്പ് ഇപ്പോൾ സെക്കൻഡ് ഫേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പല സർവേ ഫലങ്ങളും ഒരുപക്ഷെ വെസ്റ്റ് ബംഗാളിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സർവേ ഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ചാണക്യയൊക്കെ നാളെയാണ് വെസ്റ്റ് ബംഗാൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സമയം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ തൂക്കും. തീർച്ചയായും ആര് തൂക്കും? നമ്മൾ തൂക്കും എന്നാണ് പറയുന്നത്. യെസ്, ഇനി നമുക്ക് ഐസൻ ജോസ് കൂടിയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ഒരു മുഖപരിചയത്തിന്റെ ആവശ്യമില്ല. സമഗ്രമായ വിലയിരുത്തലുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായി നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഐസൻ ജോസ് കൂടി. ഐസൻ ചേട്ടൻ വളരെ ഇത്തവണ ബംഗാളിന്റെ ഓരോ ചലനങ്ങളുമാണ് കൃത്യമായി തന്നെ പഠിക്കുകയും അതിൽ കൃത്യമായി തന്നെ വിലയിരുത്തൽ നടത്തിയത്. ഐസൻ ചേട്ടാ, ബംഗാളിന്റെ ഇപ്പോൾ ചാണക്യമൊക്കെ നാളെയാണ് വരാൻ പോകുന്നത്. സമയമെടുക്കും, എന്നാൽ മാത്രമേ അത് ഒതന്റിക്കായി പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ കനത്ത പോളിംഗ് നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ഈ കനത്ത പോളിംഗ് എന്ന് പറയുന്നതിന് 2 ഘടകങ്ങളുണ്ടെന്നാണ് അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ 5 മണിക്ക് വന്ന റിസൾട്ട് അനുസരിച്ച് 89.99 ആണ് വന്നിരിക്കുന്നത്, അതായത് 90%. മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ 93%-ഓളമാണ് വന്നിരിക്കുന്നത്. ഇത് വലിയൊരു വോട്ടർ ടേൺഔട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ കുടിയേറ്റക്കാരും അതുപോലുള്ള ആൾക്കാരൊക്കെ വന്ന് കയറി ഒരു പ്രത്യേക തരം ഇലക്ട്രേറ്റ് ഉണ്ടാക്കി വെച്ചൊരു സ്ഥലമായിരുന്നു. അവിടെ SIR അതിശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ SIRൻ്റെ ഭാഗമായി പല ഈ വ്യാജ വോട്ടേഴ്സ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു ക്ലെൻസ്ഡ് വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ടാണ് പശ്ചിമ ബംഗാൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പോയിരിക്കുന്നത്. അതായത് ക്ലെൻസ്ഡ് ആയ വോട്ടേഴ്സ് ലിസ്റ്റ്, ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്യമായി SIR നടന്നതിന് ശേഷമുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വോട്ടർമാരുണ്ടായിരിക്കുന്നു. ആ വോട്ടർമാരുടെ എണ്ണം കണക്കാക്കുമ്പോൾ കൃത്യമായി നമുക്കറിയാം, ഇത്തരത്തിൽ അനാവശ്യമായി ചേർക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തെറ്റായി ചേർക്കപ്പെട്ടിരിക്കുന്ന വോട്ടുകൾ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഉദ്ദേശത്തോടൊക്കെ ചെയ്തിരുന്ന ആ സംവിധാനങ്ങളെ ഇല്ലാതാക്കിയതാണ് വലിയൊരു ഇതിന് കാരണം. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷാ ആയാലും അതാരായാലും കൃത്യമായി പറഞ്ഞത്, ഈ സർക്കാരിനെ കൊണ്ട്, മമതയുടെ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടി അവർ മാറ്റത്തിന് ആഗ്രഹിക്കുന്നു. ഇന്നും കൂടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ അത്തരത്തിലൊരു കൃത്യമായൊരു നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് അവർ പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിലെ ജനങ്ങളോട് നന്ദി പറയുക വരെ ചെയ്തു. അതായത് കോൺഫിഡൻസ് കൃത്യമാണ്. അപ്പോൾ ഇനി ഏത് രീതിയിലാണ് ഉണ്ടാവുക എന്നുള്ളത് നാളത്തെ എക്സിറ്റ് പോളിൽ നമുക്ക് കുറേയൊക്കെ രൂപം കിട്ടും.